Hi students, welcome to Enjoy Physics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് equipotential surface. Okay, today we are going to discuss an important topic, that is equipotential surface. Okay, ഇതിൽ ടോപ്പിക്കിന്റെ പേരാണ് equipotential surface എന്ന് പറയുന്നത്. Equipotential, ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, what is meaning of this. So equipotential means, equipotent surface means, നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അത്തരം സർഫസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തു, ആ സർഫസിന്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും, ആ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അത്തരം സർഫസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. എനി സർഫസ് that has same electric potential at every point on it is called equipotential surface. Suppose നമ്മൾ ഇതൊരു സർഫസ് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കും, ഇതൊരു സർഫസ് ആണ്. ഓക്കെ, ഒരു ഈക്വിപൊട്ടന്റ് സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ കുറെ പോയിന്റ് എടുത്ത്, ഇവിടെ ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ബി, ഇവിടെ ഒരു പോയിന്റ് സി, ഇവിടെ ഒരു പോയിന്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഈ എ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഞാൻ വി ആയിട്ട് കൺസിഡർ ചെയ്തു, ബിയിലെ പൊട്ടൻഷ്യൽ വി ബി ആയിട്ട് കൺസിഡർ ചെയ്തു, സിയിലെ പൊട്ടൻഷ്യൽ ഞാൻ വി സി ആയിട്ട് കൺസിഡർ ചെയ്തു, ഡിയിലെ പൊട്ടൻഷ്യൽ വി ഡി ആയി കൺസിഡർ ചെയ്തു. അപ്പൊ ഇത് ഈക്വിപൊട്ടന്റ് സർഫസിലായത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും, ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. ഓക്കെ, സോ ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ ആ സർഫസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അത്തരം സർഫസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് equipotential surface. We are going to discuss the properties of equipotential surface. Okay, the first property in the varane, that very simple concept ആണ്, the first property. Okay, so this is the first property. No work is done in moving a test charge from one point to another point over an equipotential surface. That is the first property. No work is done in moving a test charge from one point to another point in an equipotential surface. ഇപ്പൊ ഞാൻ ഈക്വിപൊട്ടന്റ് സർഫസിൽ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തു. ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്, ഒരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ ഞാൻ കൺസിഡർ ചെയ്തു, വി ആയിട്ട് കൺസിഡർ ചെയ്തു, ബിയുടെ പൊട്ടൻഷ്യൽ ഞാൻ വി ബി ആയിട്ട് കൺസിഡർ ചെയ്തു ഇൻ ദ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ ഐ എം മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. ഓക്കെ, സോ ബൈ ദ ഡെഫിനിഷൻ the potential difference between these two points is given by V. We are bringing a charge from A to B. So the potential difference between A and B is VB minus VA is equal to WAB. Okay, VB minus VA is equal to WAB by unit charge. Okay, but here the VA and VB are equal. Here VA is equal to VB. So what we can write, WAB is equal to 0. The work done will be 0. Charge never be 0. So work done is equal to 0. So we can prove when we are moving a charge from one point to another point in an equipotential surface, the work done will be 0. That is the first property of equipotential surface. And the second property of equipotent surface is the electric field always normal to the equipotential surface at every point. അതായത് ഒരു ഈക്വിപൊട്ടന്റ് സർഫസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ആൾവേസ് നോർമൽ. സപ്പോസ് ദിസ് ഈസ് എ സർഫസ്, ആൾവേസ് നോർമൽ. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് നോർമൽ ടു ദ equipotential surface at every point. That is the second property. Okay, again I will repeat, the electric field is always normal to the equipotential surface at every point. That is the second point. Then third point,
Third point is very simple. Two equipotential surface never intersect each other. Two equipotential surface never intersect each other. Okay, that is the third point. Okay, we know you already studied in first chapter in charges and field. We know that electric field line never intersect each other. If they intersect, have two directions. The same reason we can explain here also. Okay, two equipotential surface never intersect each other. And another property, in some region the equipotential surface are very close. ഇനി ചില റീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചില ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഫാർ അവേ ആയിരിക്കും. ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ് അടുത്ത് വരാൻ കുറെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് വരുന്നുണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ദൂരം ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് നമ്മുടെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആണെങ്കിൽ ദി ഇന്റൻസിറ്റി വിൽ ബി മോർ. അകലം കൂടുന്തോറും എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറയും. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, equipotential surface are close together. The equipotential surface are close together in the region of strong field. Equipotential surface are close together in the region of strong field and further apart in the region of weak field. Further apart in the region of weak field. Okay, is it clear? Now we are going to discuss the shape of equipotential surface. We are going to discuss about the shape of equipotential surface. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പോയിന്റ് ചാർജ് ആണെന്ന് വിചാരിക്കും. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ്? Okay, so this is a point charge. So we know that potential at a point is given by V is equal to 1 by 4 pi epsilon 0 Q by R. That is V is proportional to 1 by R. Okay, so for a point charge, the equipotential surface in the form of a concentric circle. Suppose in this radius, suppose the point we consider here, they having radius R. So if you consider any point on this, the potential will be same. Okay, and suppose we consider the radius point is here, distance is 2r. Then if you consider any point on the surface, the potential will be same. So for a point charge, the equipotential surface in the form of a concentric circle. And next we are going to discuss what the shape of equipotential surface for uniform electric field. Uniform electric field എന്തായിരിക്കും ഷേപ്പ് എന്ന് നോക്കാം. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എല്ലാ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ഷേപ്പ് ഓഫ് equipotential surface in uniform electric field is parallel plane ആയിരിക്കും. ഓരോ പ്ലെയിനും പാരലൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ പ്ലെയിന് വളരെ ക്ലോസ് ആണെന്ന് വിചാരിക്കും. ഓൾ ദ പ്ലെയിൻ ഈസ് വെരി ക്ലോസ് ആണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പോ ചില ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ദ പാരലൽ പ്ലെയിൻസ് ആർ ഫാർ അപ്പാർട്ട് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എങ്ങനെയാണ്? പാരലൽ പ്ലെയിൻസ് ആയിട്ടാണ് അവിടെ ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക. ഏതില്? ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ ഡൈപോൾ. ഒരു ഡൈപോളിന്റെ കേസിൽ എങ്ങനെയാണ് ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഡൈപോളിന്റെ കേസിൽ ഇങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പേസിങ് കൂടുതലാണ്, ഇവിടെ സ്പേസിങ് വളരെ കുറവാണ്. ഇവിടെ ഇങ്ങോട്ട് പോകുന്നതോറും സ്പേസിങ് വളരെ ബിറ്റ്വീൻ ദ ചാർജ് സ്പേസിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് എ ഈക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ ഗിവൺ ഡൈപോൾ. ഓക്കെ, so now we are going to study the relation between electric field intensity. Now we are going to study relation between electric field intensity and electric potential. That we are going to study now. What is the relation between
electric field intensity and electrostatic potential that we are going to study now. Okay, so we consider two equipotential surface. So this is one equipotential surface, and this is another equipotential surface. This is A and this is B. Okay, and distance between the centers of these is taken as dr. Dr is the distance between these two planes. Okay, so now we are going to study. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ രണ്ട് ഈക്വിപൊട്ടൻഷ്യൽ സർഫേസ് കൺസിഡർ ചെയ്തു. ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്. എയുടെ പൊട്ടൻഷ്യൽ നമ്മൾ വി ആയിട്ട് കൺസിഡർ ചെയ്തു. വി ഇസ് എ പൊട്ടൻഷ്യൽ ഓഫ് എ ആൻഡ് ബിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി മൈനസ് ഡി വി ആണ്. ബിയുടെ പൊട്ടൻഷ്യൽ എന്താണ്? വി മൈനസ് ഡി ആണ്. ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പൊട്ടൻഷ്യൽ സർഫേസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഈസ് ഡി ആർ. ഡി ആർ ആണ് ഇവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് അപ്വേർഡ് ഡയറക്ഷൻ. ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, both electric field, both the equipotential surface electric field is acting upward normal. Okay, so here dV is the decreasing potential. dV represent the decreasing potential. Okay, so there are two equipotential and equipotential surface ഉണ്ട്. ഒന്ന് എയും ഒന്ന് ബിയും. എയുടെ പൊട്ടൻഷ്യൽ നമ്മൾ വി ആയിട്ട് കൺസിഡർ ചെയ്തു. ബിയുടെ പൊട്ടൻഷ്യൽ വി മൈനസ് ഡി വി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ ഡി വി എന്ന് പറയുന്നത് ഹിയർ ഡി വി is the decreasing potential along the direction of electric field. dV is the decreasing potential along the direction of electric field. And here dr is the perpendicular distance between two equipotential surface. Suppose we want to bring a unit positive charge from, suppose we want to take a unit positive charge from this perpendicular distance. We are taking a unit positive charge from B to A. ഈ ബിയിൽ നിന്ന് എയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ കൊണ്ടുവരാണ് എഗെയിൻസ്റ്റ് ദി ഇലക്ട്രിക് ഫീൽഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോസിറ്റീവ് ചാർജിനെ നമ്മൾ കൊണ്ടുവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവും. ദാറ്റ് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ WBA is equal to minus E dr. WBA is equal to minus E dr. That is the work done if you are bringing a unit charge from B to A. That is WBA is equal to minus E dr minus come because we are moving the charge opposite direction of the electric field. That's why it is WBA is equal to minus E dr. Okay, so that work done is equal to, here bringing unit positive charge from B to A, so the work done is equal to the potential difference between both equipotential surface. So we know that this work done WBA is equal to VA minus VB. We know that WBA is equal to VA minus VB, which is equal to minus E dr. Minus E dr. But we know the value of VA. VA value is V and VB value is V minus dV. Then we substitute here in equation number 2. What we'll get? VA is, so WBA is equal to, VA is V minus, VB is minus of V minus dV is equal to minus E dr. So here we are taking minus inside, so this is become positive, so V and V minus will be cancelled, so remaining it will be dV is equal to minus E dr. dV is equal to minus E dr. That is equation number 3. So from this equation we can write, from the equation number 3 we can write E is equal to, electric field E is equal to minus dV by dr. E is equal to minus dV by dr. So from this is the relation between electric field and potential. E is equal to
minus dV by dr. dr is separation between the two equipotential surface or distance between 2 equipotential surface, and dV is the difference in the potential. So E is equal to minus dV by dr. And here the negative sign indicate that negative sign എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the direction of electric field is in the decreasing potential. The negative sign indicate that the direction of electric field is in the direction of decreasing potential. Okay, so that is a conclusion from this equation. E is equal to minus dV by dr. And second conclusion from this, it is, if you are taking the magnitude of electric field, that is equal to, if you are taking the magnitude, that is magnitude is given by, the magnitude of electric field is given by change in potential, the change in potential per unit displacement, normal to the equipotential surface at that point. Okay, that is the second conclusion. The magnitude of electric field is given by, the change in magnitude of potential per unit displacement to the equipotential surface at that point. So these are the conclusion from the equation E is equal to minus dV by dr. So ഇതാണ് electric fieldum potentialum തമ്മിലുള്ള relation. We got E is equal to minus dV by dr. ഈ negatives എന്താ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? പൊട്ടൻഷ്യലിന്റെ ഡിക്രീസിങ് ഡയറക്ഷനിലായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി? If we divide the change in ratio of change in potential to the unit displacement, okay, normal to the equipotential surface. The magnitude of electric field is given by the magnitude of change in potential per unit displacement normal to the equipotential surface. Okay, so from this equation it's clear that E is proportional to 1 by dr. dr is separation between the equipotential surface. If dr is small, separation between equipotential surface is small, it means the electric field intensity will be higher. Okay, if dr is greater, we can say that region electric field intensity will be less. One more thing, here E minus dV by dr, this is called dV by dr is called potential gradient. This is the relation between electric field and the electric potential. Thank you for listening.